ഇന്ന് നമുക്ക് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി മറ്റൊരു ഇടവകയിലേക്ക് എത്തിപ്പെട്ട തോമസ് അച്ഛൻ. ഒരിക്കൽ തോമസ് അച്ഛൻ മാത്രം ഉണ്ടായിരുന്ന സമയം ഒരു പയ്യനും പെണ്ണും തോമസ് അച്ഛൻ താമസിക്കുന്നിടത്തേക്ക് ചെന്നു. എന്നാൽ തോമസ് അച്ഛൻ എന്ത് ചെയ്യാനാ, അവരെ അവിടെ താമസിപ്പിക്കേണ്ടി വന്നു, അതും ഒരു പെൺകുട്ടിയെ കൂടെ. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു, അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊക്കെ അറിയണ്ടേ. അതിന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ചാക്കോയ്ക്കും മറിയത്തിനും കുഞ്ഞു ജനിക്കാൻ പോകുന്നതാണ്. ഇവർക്ക് 8 പെൺമക്കളുണ്ട്. ഇനി അടുത്തതെങ്കിലും ആൺകുഞ്ഞ് ജനിക്കുമോ എന്ന പ്രതീക്ഷയോടെയാണ് പ്രസവിക്കുവാനായി മറിയം കിടക്കുന്നത്. അങ്ങനെ അവർക്ക് കുഞ്ഞു ജനിക്കുന്നു. അവരുടെ പ്രാർത്ഥന പോലെ തന്നെ ഒരാൺകുഞ്ഞായിരുന്നു. മറിയത്തിനും ചാക്കോയ്ക്കും ഒരുപാട് സന്തോഷമായി. അവരാഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ അവർക്കൊരു ആൺകുഞ്ഞിനെ കിട്ടിയിരിക്കുന്നു. ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കിട്ടിയ കുഞ്ഞായതിനാൽ അവന് തോമസ് എന്ന് പേര് നൽകി പള്ളിയിൽ അച്ഛനാക്കാമെന്ന് അമ്മ മറിയം നേർച്ചയും ഇട്ടു. അങ്ങനെ തോമസ് വളർന്നു വലുതായി. UP സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അമ്മ മറിയം അവനെ പള്ളിയിൽ അച്ഛനാക്കാൻ നേർച്ചയിട്ട കാര്യം തോമസിനറിയാം. എങ്കിലും അവനവന്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. കൂട്ടുകാരനായ നിഖിലിന്റെ സഹായത്തോടു കൂടി അവളെ പ്രപ്പോസ് ചെയ്യുവാനായിട്ട് തോമസ് തീരുമാനിച്ചു. പ്രപ്പോസ് ചെയ്യുന്ന സമയം ആ പെൺകുട്ടി പറഞ്ഞത്, പള്ളിയിൽ അച്ഛനാകുവാൻ പോകുന്ന നിന്നെ ഞാൻ എങ്ങനെയാടാ പ്രേമിക്കാൻ എന്നായിരുന്നു. കാരണം തോമസിനെ മറിയം പള്ളിയിൽ അച്ഛനാക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ആ നാട്ടിലുള്ള എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു. അങ്ങനെ തോമസിന്റെ പ്രേമിക്കണമെന്ന ആഗ്രഹം അവിടെ കൊഴിഞ്ഞുപോയി. പക്ഷേ നിഖിൽ പറയുന്നത്, വഴിയുണ്ട്. നീ ഒരു അലമ്പനായി കഴിഞ്ഞാൽ നിന്നെ ഒരിക്കലും നിന്റെ അമ്മ പള്ളിയിൽ അച്ഛനാക്കത്തില്ലടാ, അതുകൊണ്ട് നീ ഒരു അലമ്പനാകെന്ന് പറയുന്നു. അത് കേട്ടതും തോമസ് എന്ത് ചെയ്യും, വീടിന്റെ മുന്നിലിരുന്ന് അമ്മയൊക്കെ കാണുന്ന രീതിയിലിരുന്ന് ഒരു സിഗരറ്റ് അങ്ങ് വലിക്കുവാനായി തീരുമാനിച്ചു. അത് കണ്ട അമ്മയാണെങ്കിൽ അവനെ ഓടിക്കുകയാണ്. തോമസ് അമ്മയുടെ കയ്യിൽ നിന്നും അടി വാങ്ങാതിരിക്കാനായിട്ട് രക്ഷപ്പെട്ട് നേരെ കനാലിലെടുത്ത് ചാടുകയും ചെയ്തു. നിഖിലിന്റെ ഐഡിയ വർക്കൗട്ട് ആകാത്തതിനാൽ അടുത്ത ദിവസം സ്കൂളിലെത്തി നിഖിലിന് കൊടുക്കേണ്ടതെല്ലാം തോമസ് കൊടുക്കുന്നുമുണ്ട്. എന്നാൽ അന്ന് തന്നെ ഒരു കാര്യം സംഭവിക്കും. എന്തെന്നാൽ തോമസിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടിക്ക് തോമസിനെ ഇഷ്ടമാ. അവൾ വന്നിട്ട് അവനെ പ്രപ്പോസ് ചെയ്യുന്നു. തോമസിനാണെങ്കിലോ വലിയ സന്തോഷമായി. കാരണം അവൻ ആഗ്രഹിച്ചിരുന്നത് പ്രേമിക്കണമെന്നാണല്ലോ. ഇപ്പോഴത്തെ ഒരു പെൺകുട്ടി അവന് വന്ന് പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പ്രണയത്തിലാവുകയാണ്. ആ പെൺകുട്ടിയുടെ പ്രണയം ആത്മാർത്ഥമായിരുന്നു. അതിനൊരു തെളിവുണ്ട്. എന്തെന്നാൽ ഇവർ രണ്ടുപേരും വളർന്നു വലുതായപ്പോഴും അവരുടെ രണ്ടുപേരുടെയും പ്രണയം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി അവനോട് പറയുന്നുണ്ട്, എടാ തോമസേ, നീ പള്ളിയിൽ അച്ഛനൊന്നും ആകത്തില്ലല്ലോ, നീ എന്നെ വിവാഹം കഴിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തും തോമസ് അവൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അമ്മ ആഗ്രഹിക്കും പോലെ ഞാൻ പള്ളിയിൽ അച്ഛനൊന്നും ആകത്തില്ല, നിന്നെ തന്നെ വിവാഹം കഴിക്കുമെന്നുള്ള വാക്ക് അവൾക്ക് കൊടുത്തതിന്റെ അടുത്ത ദിവസം തന്നെ അവളുടെ മുന്നിൽ സങ്കടപ്പെട്ട് വന്ന് നിൽക്കുകയാണ് തോമസ്. കാരണം എന്തെന്നാൽ അവനെ സെമിനാരിൽ ചേർക്കുവാനായിട്ട് കൊണ്ടുപോവുകയാണ്. അതറിയുന്ന ആ പെൺകുട്ടി അവന്റെ കവിളിനിട്ട് ഒരു അടി അങ്ങ് കൊടുക്കുന്നു. തോമസിന് എന്ത് ചെയ്യണമെന്നറിയില്ല. ആ അടിയും കൊണ്ട് കണ്ണ് മടച്ചു നിൽക്കുന്ന തോമസ് പിന്നീട് കണ്ണ് തുറന്നത് പള്ളിയിൽ അച്ഛനായിട്ടാണ്. പള്ളിയിൽ അച്ഛനായ തോമസ് തന്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അത് കഴിഞ്ഞ് നിക്കോളാസ് എന്നൊരു അച്ഛനെയാണ് കാണിക്കുന്നത്. ഈ നിക്കോളാസ് അച്ഛനാണെങ്കിൽ ആ പള്ളിയിൽ ഒരു ആൽബത്തിന്റെ ഷൂട്ട് നടത്തുന്നുണ്ട്. അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ തോമസ് ആയിരുന്നു. അവിടുത്തെ പിതാവിന്റെയും ബാക്കിയുള്ള അച്ഛന്മാരുടെയും എല്ലാ സപ്പോർട്ടും കൂടിയാണ് നിക്കോളാസ് അച്ഛൻ ആൽബം ഷൂട്ട് ചെയ്യുന്നതും. ഒരിക്കൽ തോമസ് ആണെങ്കിൽ ഷൂട്ടിംഗ് നടക്കുന്നിടത്തേക്ക് ലേറ്റ് ആയാണ് എത്തുന്നതും. നിക്കോളാസ് അച്ഛനാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തോമസിനെ കളിയാക്കി അപമാനിക്കും വിധം സംസാരിക്കും. അത് കേട്ട് തോമസിന് ഒരുപാട് ദേഷ്യം വരും. അപ്പോൾ തോമസ് പറയുന്നത്, ഞാൻ ഇവിടെ വന്നതേ ആൽബത്തിന്റെ ഷൂട്ട് ചെയ്യാനോ അതിനൊന്നുമല്ല എന്ന് പറയുന്നത് കേട്ട് നിക്കോളാസ് അച്ഛന് ദേഷ്യം വന്നു. എല്ലാവരുടെയും മുന്നിലിട്ട് നിക്കോളാസ് അച്ഛനാണെങ്കിൽ തോമസിനെ അടിക്കും. അത് തോമസിന് വളരെ നാണക്കേടായി. അവൻ അവിടെ നിന്നും ദേഷ്യപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഷൂട്ട് എല്ലാം കഴിഞ്ഞു. എല്ലാവരുടെയും മുന്നിലെ ആ ഒരു ആൽബം അവതരിപ്പിക്കുവാനായിട്ട് നിക്കോളാസ് അച്ഛൻ തീരുമാനിച്ചു. അരമനയിൽ നിന്നും പിതാവും പിന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അച്ഛന്മാരും കൊച്ചച്ഛന്മാരും നാട്ടുകാരും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആൽബം പ്ലേ ചെയ്യും. പക്ഷെ വന്നതെന്താണ്, നിക്കോളാസ് അച്ഛൻ മദ്യപിച്ച് ലോഹയൊക്കെ മടക്കി കുത്തി അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നതാ. നിക്കോളാസ് അച്ഛൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടു. സത്യത്തിൽ തോമസ് നിക്കോളാസ് അച്ഛനിട്ട് പണി കൊടുത്തത് തന്നെയായിരുന്നു അത്. അവനെ അടിച്ചതിന്റെ ദേഷ്യം അവന്റെ മനസ്സിലുണ്ടായിരുന്നല്ലോ. നിക്കോളാസ് അച്ഛനിട്ട് പണി കൊടുത്തത് തോമസ് ആണെന്ന് നിക്കോളാസ് അച്ഛന് മനസ്സിലായി. ബിഷപ്പിനടുത്തേക്ക് നല്ല പിടിപാടുള്ള നിക്കോളാസ് അച്ഛനാണെങ്കിൽ തോമസിനൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ വാങ്ങിക്കൊടുത്തു. അങ്ങനെ അടുത്ത ദിവസം തോമസ് ആണെങ്കിൽ തന്റെ പുതിയ ഇടവകയിലെ വികാരിയായ ഫാദർ വലിയ കണ്ടത്തിനടുത്തെത്തി. നിക്കോളാസ് അച്ഛൻ മനഃപൂർവ്വമാണ് അങ്ങോട്ടൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തത്. കാരണം ഫാദർ വലിയ കണ്ടമാണെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. തോമസിന്റെ ഒരു പരിപാടിയും അവിടെ നടക്കത്തേയില്ല.
തോമസിനെ കണ്ടതും ഫാദർ പറയുന്നുണ്ട്, ആ നിക്കോളാസ് പറഞ്ഞിരുന്നു, നിന്റെ വീരസാഹസി കൃത്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ അതുപോലെ വല്ലതും ഇവിടെ കാണിച്ചാൽ ഞാൻ നിന്നെ കൊന്നു കൊക്കയിലെറിയും എന്നായിരുന്നു ഭീഷണിപ്പെടുത്തിയതും. അത് കേട്ട് തോമസിന് ചെറിയ പേടിയൊക്കെ ആവുകയാണ്. അച്ഛൻ കപ്പിയാരോട് തോമസിന് കിടക്കുവാനായിട്ടുള്ള റൂം കാണിച്ചു കൊടുക്കുവാനായും പറഞ്ഞു. എന്നാൽ പോകുന്ന വഴിയിൽ കപ്പിയാരോട് തോമസ് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ കൊന്നു കൊക്കയിലെറിയുമെന്നൊക്കെ പറഞ്ഞ് അത്ര സ്ട്രിക്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ കപ്പിയാർ പറയുന്നുണ്ട്, അയ്യോ അച്ഛൻ പാവമാ, കൊക്കയിലൊന്നും അറിയത്തില്ല, പക്ഷെ കൊന്നു കളയത്തേ ചെയ്യുള്ളൂ. പിന്നെ അച്ഛന്റെ ചെവിയിലിരിക്കുന്ന ആ ഒരു യന്ത്രം മാറ്റിയാലേ അച്ഛൻ പാവമാ, നമ്മൾ ആരും പറയുന്ന ഒരു കാര്യവും കേൾക്കത്തില്ലെന്നും കപ്പിയാർ പറയുന്നു. തോമസിനാണെങ്കിൽ എന്തൊക്കെയോ ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട്. തോമസിന് കിടക്കുവാനായി കാണിച്ചു കൊടുത്ത റൂമിലാണെങ്കിൽ മുഴുവൻ ചിലന്തി വലയൊക്കെയായിരുന്നു. ഇനി അതൊക്കെ വൃത്തിയാക്കണം. ആകെ ഒരു സോഫ മാത്രമുണ്ട് വൃത്തിയുള്ളത്. അതിൽ കിടന്ന് ക്ഷീണം കാരണം തോമസ് ഉറങ്ങിപ്പോകും. പള്ളിയിൽ എന്നും വെളുപ്പിന് 5 മണിക്ക് മണിയടിക്കും. ആ സമയം തന്നെ തോമസ് അച്ഛനും ഉറക്കമുണരണം. എന്നിട്ട് പള്ളിയിലുള്ള ആ ഒരു ഫാദറിനൊപ്പം ജോഗിങ്ങിന് പോകണം. അതാണെങ്കിൽ തോമസിന് ഒട്ടും ഇഷ്ടമേ അല്ല. എങ്കിലും കഷ്ടപ്പെട്ടാണ് അച്ഛനൊപ്പം തോമസും പോകുന്നതും. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ അച്ഛൻ അവനെ വിളിപ്പിച്ചിട്ട് പറയും, ഞാൻ അരമന വരെ ഒന്ന് പോവുകയാണ്, അതുവരെ നീ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി നിൽക്കണം, ഞാൻ പോയിട്ട് ഉടനെ വരുമെന്ന് പറഞ്ഞിട്ടാണ് തോമസിനെ അവിടെ ആക്കിയിട്ട് അച്ഛൻ അരമന വരെ പോയതും. അന്നേ ദിവസം തോമസ് ഒറ്റയ്ക്കായിരുന്നു. എന്നാൽ കാലാവസ്ഥ വളരെ മോശം. നല്ല മഴയും ഇടിയും കാറ്റുമൊക്കെ. പേടിച്ചിരിക്കുകയായിരുന്നു തോമസ്. അപ്പോൾ അവിടുത്തെ വാതിലിൽ ആരോ മുട്ടുന്നതായി തോമസിന് തോന്നും. ആദ്യമൊന്നും അവൻ ശ്രദ്ധിക്കത്തില്ല. വീണ്ടും മുട്ടുന്നത് കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. അവൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഒരു പെണ്ണും ഒരു ചെറുക്കനുമായിരുന്നു. പെൺകുട്ടിയുടെ പേര് മീര, ആൺകുട്ടിയുടെ പേര് ഷാനു. ഇവർ രണ്ടുപേരും അച്ഛാ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി കഥ കടയ്ക്കുന്നു. കാരണം എന്തെന്ന് തിരക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും പ്രണയിച്ച് ഒളിച്ചോടി വന്നതാണ്. ഇവരെ തിരക്കി മീരയുടെ വീട്ടുകാരാണെങ്കിൽ അവിടെ മാകെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുന്നു. അതേസമയം തന്നെ മീരയുടെ വീട്ടുകാരാണെങ്കിൽ കാറിൽ വരികയാണ്. ഇവരെ തിരക്കിയാണ് വരുന്നത്. അത് തോമസിന് മനസ്സിലായി. ഉടനെ തന്നെ അവിടേക്ക് വന്നിട്ട് വാതിലിൽ മുട്ടും. തോമസ് രണ്ടുപേരെയും തോമസിന്റെ റൂമിൽ ഒളിപ്പിച്ചിട്ടാണ് വന്ന് കതക് തുറക്കുന്നതും. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അച്ഛോ ഇങ്ങോട്ടൊരു പെണ്ണും ചെറുക്കനും ഓടി വന്നിരുന്നോ, അച്ഛൻ അവരെ കണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ആരെയും കണ്ടില്ല, ഇവിടെ ആരെയും കയറ്റി താമസിപ്പിക്കുവാനും പറ്റില്ല എന്നുള്ള രീതിയിലാണ് തോമസ് പറഞ്ഞതും. തോമസ് ഒരു പള്ളിയിൽ അച്ഛനായതിനാൽ തോമസ് പറഞ്ഞതെല്ലാം അവർ വിശ്വസിച്ച് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തതും. തോമസ് മീരയ്ക്കും ഷാനുവിനും അടുത്തെത്തിയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. മീരയ്ക്ക് വീട്ടിൽ വേറെ വിവാഹമൊക്കെ ആലോചിക്കുകയാണ്. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഒളിച്ചോടിയത്. പിന്നെ ഇവർ നേരെ പോകാനായിട്ടിരുന്നത് ഈ ഷാനുവിന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ്. പക്ഷെ സമയമായപ്പോൾ ഫ്രണ്ട് ആണെങ്കിൽ വിളിച്ചിട്ട് കോളൊന്നും എടുക്കുന്നില്ല. ഷാനു പറയുന്നുണ്ട്, ഞാൻ അവനെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ, അതുവരെ ഇവളൊന്ന് ഇവിടെ നിന്നോട്ടെ, പുറത്തിറങ്ങാനായിട്ട് പറ്റാത്ത അവസ്ഥയാ, ഞാൻ എങ്ങനെയെങ്കിലും ഈ കാട് വഴിയെങ്കിലും കയറി അവനടുത്തേക്ക് പോയി അവനെ കണ്ടുപിടിക്കാമെന്നും ഷാനു പറയുന്നു. പക്ഷേ മീരയാണെങ്കിൽ ഷാനുവിനെ പുറത്തേക്ക് പോകുവാനായിട്ട് സമ്മതിക്കുന്നതേയില്ല. ഞാനും കൂടെ വരാമെന്ന് അവൾ കരഞ്ഞു പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഷാനു അതിന് സമ്മതിക്കത്തില്ല. കാരണം മീരയുടെ വീട്ടുകാർക്ക് ഇവരെ രണ്ടുപേരെ നേർക്കുനേർ കണ്ടു കഴിഞ്ഞാൽ കൊന്നു കളയണം എന്ന വാശിയിൽ നടക്കുകയാണ്. എന്നിട്ട് അവനാണെങ്കിൽ കൂട്ടുകാരന്റെ അടുത്തേക്ക് പോകുവാനായും തീരുമാനിച്ച് മീരയെ തോമസിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. തോമസിനാണെങ്കിൽ വല്ലാത്ത വെപ്രാളമാണ്. കാരണം ഇപ്പോൾ ആ അരമനയിൽ വേറെ ആരുമില്ല. എങ്ങനെയാ ഇവളെ ഇവിടെ താമസിപ്പിക്കുന്നത് എന്ന ടെൻഷനിലിരിക്കുകയാണ്. ഷാനു അങ്ങനെ കൂട്ടുകാരന്റെ അടുത്തേക്കും പോയി. മീരയെ തോമസ് തന്റെ മുറിയിലുമാക്കി. എന്നിട്ട് തോമസ് ആണെങ്കിൽ ഹാളിൽ കിടന്നാണ് ഉറങ്ങുന്നതും. അടുത്ത ദിവസം രാവിലെ തന്നെ മണിയടിക്കുവാനായി പോവുകയായിരുന്ന കപ്പിയാരാണെങ്കിൽ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. തോമസ് ആണെങ്കിലോ ടേബിളിൽ കിടന്നുറങ്ങുകയാണ്. അത് കണ്ട കപ്പിയാരാണെങ്കിൽ, അച്ഛോ അച്ഛൻ എന്താ ഇവിടെ കിടന്നുറങ്ങുന്നത്, ഇന്നലെ വാതിൽ അടച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് മീരയെ കുറിച്ചുള്ള കാര്യം തോമസിന് ഓർമ്മ വന്നതും. കപ്പിയാരെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് തോമസ് നേരെ മീരയ്ക്കടുത്തെത്തിയിട്ട്, ഷാനു വിളിച്ചോ, അവൻ വന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഇല്ലച്ചോ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല എന്ന് പറയും. അത് കേട്ട് തോമസ് പറയുന്നത്, മോളെ നീ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, നീ ഇവിടെ നിന്ന് പോകണം. കാരണം ഞാനൊരു വൈദികനാ. ഞാൻ എന്റെ റൂമിൽ മറ്റൊരു പെൺകുട്ടിയെ കയറ്റി താമസിപ്പിച്ചു എന്ന് ആരെങ്കിലും മറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ ഭാവിയെ തന്നെ ബാധിക്കും. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് കേട്ട് മീര പൊട്ടിക്കരയുകയാണ് ചെയ്തത്. തോമസിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു. ഇനി മോൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. കുർബാനയ്ക്ക് ആള് വരുന്നതിന് മുൻപ് മോൾ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ പൊട്ടിക്കരയുകയായിരുന്നു മീര. വേറൊരു വഴിയുമില്ലാതെ മീരയുടെ ബാഗും എടുത്ത് അവളെയും കൂട്ടി തോമസ് ആണെങ്കിൽ അവൾ ഡോറ് തുറന്ന് പുറത്താക്കുവാനായി പോകുന്ന സമയം തന്നെ അവൻ ഡോറ് തുറന്നതും മുന്നിൽ നിൽക്കുന്നു ദേ ഫാദർ. 2 ദിവസം കഴിഞ്ഞ് വരുമെന്നല്ലേ ഫാദർ പറഞ്ഞത്, ദേ ഇപ്പോൾ വന്നു നിൽക്കുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഫാദർ ആണെങ്കിൽ മീരയെ കണ്ടില്ല. മീര അപ്പോൾ തന്നെ റൂമിലേക്ക് പോയി ഒളിച്ചിരുന്നു. തോമസ് ആണെങ്കിൽ ഞെട്ടിപ്പോകും.
2 ദിവസം കഴിഞ്ഞ് അച്ഛൻ വരുമെന്ന് പറഞ്ഞിട്ട്. അത് കേട്ട് അച്ഛൻ ചോദിക്കുന്നത്, അതെന്താ ഞാൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചിട്ടാണ് അച്ഛൻ അകത്തേക്ക് പോയത്. തോമസിനാണെങ്കിൽ കുർബാന സമയമായതിനാൽ പള്ളിയിലേക്കും പോകണമായിരുന്നു. മീരയെ റൂമിൽ ഇരുത്തിയിട്ടാണ് തോമസ് പള്ളിയിലേക്ക് പോകുന്നതും. പള്ളിയിലേക്ക് പോകുന്ന സമയം തന്നെ തോമസിന്റെ മുറി വൃത്തിയാക്കുവാനായിട്ട് വേലക്കാരിയായ മേരി ചേച്ചി അങ്ങോട്ട് പോകുന്നത് തോമസ് കണ്ടിരുന്നു. തോമസ് എങ്ങനെയൊക്കെയാണ് കുർബാന അറ്റൻഡ് ചെയ്തിട്ട് തിരികെ വരുന്നതും. പക്ഷെ വന്ന സമയത്ത് ഭാഗ്യത്തിന് ആരും തന്നെ മീരയെ കണ്ടിരുന്നില്ല. കാര്യം തിരക്കിയ സമയത്ത് മീര പറഞ്ഞത് മീര ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്നു. മേരിയാണെങ്കിൽ അവിടെ മാകെ വൃത്തിയാക്കിയിട്ട് ബാത്റൂം വൃത്തിയാക്കാതെയാണ് പോയതും. അതുകൊണ്ടൊരു ഭാഗ്യത്തിനാണ് മീര അവരുടെ കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ടതും. തോമസിനും സമാധാനമായി. തോമസ് മീരയോട് ഷാനുവിനെയും കൂട്ടുകാരനെയും പറ്റി അന്വേഷിക്കും. മീര പറയുന്നത്, ഷാനുവിന്റെ കൂട്ടുകാരനെ പറ്റി എനിക്കറിയത്തില്ല, എനിക്ക് നമ്പരും അറിയത്തില്ല. ബാംഗ്ലൂരിൽ ഷാനുവിനൊപ്പം പഠിച്ച കൂട്ടുകാരനാണെന്ന് മാത്രമേ എനിക്കറിയാവൂ എന്ന് മീര പറയുന്നു. എന്നാൽ ശരി, ഞാൻ പോയി എല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് തോമസ് വണ്ടിയും എടുത്ത് ഷാനുവിനെയും കൂട്ടുകാരനെയും അന്വേഷിക്കുവാനായും പോയി. എന്നാൽ യാതൊരു വിവരവും കിട്ടിയില്ല. തിരിച്ചു വരുന്ന വഴിയിൽ ആള് കൂടി നിൽക്കുന്നത് കണ്ട് തോമസ് അവിടേക്ക് ഇറങ്ങി കാര്യം തിരക്കും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത്, ഇന്നലെ രാത്രി ദേ ഇതുവഴി ഒരു ബൈക്ക് പോയിരുന്നു. ആ ബൈക്ക് കൊക്കയിൽ വീണെന്നാ കേട്ടത്. ബൈക്ക് ഇപ്പോൾ ഉയർത്തിയെടുക്കുവാനായും ശ്രമിക്കുകയാണെന്ന് പറയുന്നു. അത് കേട്ട തോമസ് ആണെങ്കിൽ നേരെ അരമനയിലേക്ക് വന്നു. എങ്ങനെ മീരയോട് ആ കാര്യം പറയുമെന്നറിയാതെ ടെൻഷനിൽ നിൽക്കുകയാണ് തോമസ്. മീര പറയുന്നുണ്ട്, ഞാൻ എത്ര വിളിച്ചിട്ടും ഷാനു ഫോൺ എടുക്കുന്നതേയില്ല, സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്. ഇതുവരെയും ഫോൺ ഓഫാക്കി വെക്കാത്ത ആളായിരുന്നു ഷാനു. പിന്നെ എന്ത് പറ്റിയാ എന്തോ, എന്റെ അച്ഛന്റെ കയ്യിൽ അങ്ങനെ കിട്ടിയോ, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അങ്ങനെ വല്ലതും അവൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ജീവനോടെ കാണില്ല എന്ന് പറഞ്ഞ് മീര കരയും. അത് കാണുന്ന തോമസിന് വല്ലാത്ത വിഷമമാകുന്നുണ്ട്. അതേസമയം തന്നെ ഫാദർ തോമസിനെ വിളിപ്പിക്കും. നമുക്കൊന്ന് ടൗൺ വരെ പോകണമെന്നും ഫാദർ പറയുന്നു. തോമസിനോട് വണ്ടി ഇറക്കുവാനായും പറഞ്ഞു. അവർ ടൗണിലേക്ക് പോകുന്ന സമയത്ത് തലേ ദിവസം മീരയും ഷാനുവിനെയും അന്വേഷിച്ച് മീരയുടെ വീട്ടുകാർ വന്ന ആ ഒരു വണ്ടിയുണ്ടല്ലോ, അത് പള്ളിയിലേക്ക് പോകുന്നത് തോമസ് കാണുന്നു. അച്ഛൻ കൂടെ ഇരിക്കുന്നതിനാൽ തോമസിന് ഒന്നും ചെയ്യാനേ പറ്റുന്നില്ല. അങ്ങനെ ടൗണിലേക്ക് പോയി അവിടുത്തെ ഒരു നോട്ടീസൊക്കെ പ്രിന്റ് ചെയ്യുവാനൊക്കെ കൊടുത്ത് വിശ്വാസികളെയും ഒക്കെ കണ്ടിട്ട് അവർ രണ്ടുപേരും തിരികെ അരമനയിലേക്ക് വരുന്ന സമയം പള്ളിയിൽ നിന്നും ആ വണ്ടി തിരികെ ഇറങ്ങി പോകുന്നതും തോമസ് കാണുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ പേടിച്ച് തന്റെ റൂമിലേക്ക് എത്തിയ തോമസ് ആണെങ്കിൽ അവിടെ മീരയെ കാണത്തില്ല. മോളെ മീരെ എന്നൊക്കെ വിളിച്ച് അവളെ അവിടെ മാകെ അന്വേഷിക്കും. പക്ഷെ അവൾ അവിടെ എങ്ങുമില്ലായിരുന്നു. ബാത്റൂം തുറന്നു നോക്കിയ സമയത്ത് ദേ അവിടെ ബോധം കെട്ട് കിടക്കുകയാണ് മീര. വെള്ളമൊക്കെ തളിച്ചിട്ട് നോക്കിയിട്ടും മീരയ്ക്ക് ബോധം വരുന്നതേയില്ല. ഉടനെ തന്നെ തോമസ് അവളെ എടുത്ത് തന്റെ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തി. അപ്പോഴാണ് വീണ്ടും ആരോ ഡോറിൽ മുട്ടുന്ന ശബ്ദം തോമസ് കേൾക്കുന്നത്. കഥക്ക് തുറന്നു നോക്കിയപ്പോൾ ദേ നിൽക്കുന്നു നിക്കോളാസ് അച്ഛൻ. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയായി തോമസിനിപ്പോൾ. തോമസ് അച്ഛനെ കണ്ടുകൊണ്ട് എന്താ അച്ഛൻ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ നിക്കോളാസ് പറയുന്നത്, ഞാൻ ഈ ഒരു പള്ളിയെ സംബന്ധിച്ച് ഒരു ഡോക്യുമെന്ററി എടുക്കുവാനായിട്ട് തീരുമാനിച്ചു. അച്ഛനെ വിളിച്ചു നോക്കി ഫോൺ എടുക്കുന്നതേയില്ല, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നതെന്നും നിക്കോളാസ് പറഞ്ഞു. അത് കേട്ട് തോമസ് പറയുന്നത്, അച്ഛൻ ചെവിയിലുള്ള ആ ഒരു യന്ത്രം ഊരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആര് വിളിച്ചാലും കേൾക്കത്തില്ല, അതുകൊണ്ടാ എടുക്കാത്തതെന്ന് ചോദിക്കുന്നു. എന്നിട്ട് തോമസ് അച്ഛൻ തിരികെ പോകുന്ന കാര്യത്തിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് നിക്കോളാസ് ചോദിക്കുന്നത്, എന്താടാ തോമസേ, ഞാനിവിടെ വന്നത് നിനക്ക് ഒട്ടും ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അത് കേട്ട തോമസ് ചോദിക്കുന്നത്, അയ്യോ അച്ഛാ, അതല്ല, അച്ഛൻ എവിടെ താമസിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിക്കോളാസ് പറയുന്നത്, അതിനെന്താ പ്രശ്നം, നിന്റെ റൂമുണ്ടല്ലോ, ഞാൻ അവിടെ കിടന്നോളാം, നീയും കൊച്ചച്ഛനും കൂടി ഹാളിൽ കിടന്നു എന്ന് പറയുന്നു. അത് കേട്ട് തോമസിന് വല്ലാത്ത വെപ്രാളം. കാരണം ആ റൂമിലെ കട്ടിലിൽ ദേ മീര കിടക്കുന്നു. ഇപ്പോൾ ദേ നിക്കോളാസ് അച്ഛനും ആ റൂമിൽ താമസിക്കാമെന്ന് പറയുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് തോമസ്. കാരണം ബോധം കെട്ട് കിടക്കുന്ന മീരയെ കട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് പഴയ തുണിയെല്ലാം വാരി ആരും അറിയാതെ അവളുടെ ദേഹത്ത് മൂടി വെച്ചിരിക്കുകയാണ്. നിക്കോളാസ് അച്ഛൻ തോമസിന്റെ റൂമിലെത്തിയിട്ട് എനിക്ക് ഫ്രഷ് ആകണമെന്നൊക്കെ പറയും. എന്നിട്ട് ബാത്റൂമിലേക്ക് പോയ സമയമാണെങ്കിൽ തോമസ് മീരയെ വിളിച്ചുണർത്തുവാനായും ശ്രമിച്ചു. പക്ഷെ മീര ഉണരുന്നതേയില്ല. വേറെ വഴിയില്ലാതെ തോമസ് അവളെ എടുത്ത് കട്ടിലിനടിയിലേക്കും കിടത്തി. അന്നേ ദിവസം നിക്കോളാസ് അച്ഛൻ ആ റൂമിലാണ് കിടന്നതും. തോമസ് ആണെങ്കിലോ പുറത്ത് സോഫയിലും. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്ന തോമസ് കാണുന്നത് തന്റെ അടുത്ത് വന്ന് കിടക്കുന്ന മീരയാണ്. ഞെട്ടി ഉണർന്ന തോമസ് ആണെങ്കിൽ മീരയോട് കാര്യം തിരക്കുമ്പോൾ, അത് ഞാൻ ഇന്നലെ ഉറക്കമുണർന്ന സമയത്ത് ദേ കട്ടിലിൽ വേറെ ആരോ കിടക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കിടന്നതെന്ന് മീര പറയുന്നു. എന്നാൽ ഈ തോമസ് ആണെങ്കിൽ മീര ബോധം കിട്ട സമയത്ത് അവന്റെ സഹോദരിമാരിൽ ഒരാൾ ഡോക്ടറായിരുന്നു. ഡോക്ടറിനെ വിളിച്ചിട്ട് ഒരു പെൺകുട്ടി പെട്ടെന്ന് ബോധം കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ, എടാ തോമസേ, എന്താ പ്രശ്നം, നീ കാര്യം തുറന്ന് പറയടാ എന്ന് പറയും. അപ്പോൾ തോമസ് പറയുന്നത്, അയ്യേ, വേറൊരു പ്രശ്നവുമല്ല, ഈ പെൺകുട്ടി ഒരു പയ്യനൊപ്പം ഒളിച്ചോടി വന്നതാ, ദേ അവൾ ഇപ്പോൾ ബോധം കെട്ടുവെന്ന് പറഞ്ഞപ്പോൾ അവന്റെ സഹോദരി പറഞ്ഞത് അത് ചിലപ്പോൾ പ്രഗ്നന്റ് ആയതുകൊണ്ടായിരിക്കുമെന്നാണ്. അത് ഓർമ്മയുണ്ടായിരുന്ന തോമസ് ആണെങ്കിൽ മീരയോട് നീ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കും. അത് കേട്ട മീരയാണെങ്കിൽ തോമസിനെ തല്ലിയില്ലെന്നേ ഉള്ളൂ.
പെട്ടെന്ന് അവിടേക്ക് നിക്കോളാസ് അച്ഛൻ വരികയാണ്. നിക്കോളാസ് അച്ഛനെ കണ്ടതും മീരയാണെങ്കിൽ സോഫിയുടെ ബേക്കിൽ വിളിച്ചു. നിക്കോളാസ് അച്ഛൻ ഡോക്യുമെന്ററി എടുക്കുന്നതിനാൽ പള്ളിയുടെ ചരിത്രമൊക്കെ അറിയുവാനായിട്ട് ഫാദറിന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. എന്നാൽ അതേസമയം തന്നെ തോമസ് ആണെങ്കിൽ മീരയെ റൂമിലാക്കിയിട്ട് നിക്കോളാസ് അച്ഛന്റെ പിന്നാലെയും പോകുവാനായി ഇറങ്ങും. അതേസമയമായിരുന്നു മേരി ചേച്ചി റൂമൊക്കെ വൃത്തിയാക്കുവാനായി പോകുന്നതും. അപ്പോൾ തോമസ് പറയുന്നുണ്ട്, ചേച്ചി എന്റെ റൂം വൃത്തിയാക്കണ്ട, ഞാൻ വൃത്തിയാക്കിയെന്ന്. അത് കേട്ടതും മേരിക്ക് ഒരുപാട് സന്തോഷമായി. കാര്യം ആ ഒരു ജോലി കുറഞ്ഞു കിട്ടിയല്ലോ. അങ്ങനെ തോമസ് ഫാദറിന്റെ അടുത്തേക്കൊക്കെ പോയി. ഫാദർ ആണെങ്കിൽ നിക്കോളാസ് അച്ഛന് പള്ളിയുടെ ചരിത്രത്തെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പള്ളി ബ്രിട്ടീഷുകാരുടെ കാലത്തേ ഉള്ളതാ. ഈ പള്ളിയില് വിലമതിക്കാനാകാത്തൊരു പൊന്നിൻ കുരിശുണ്ട്. മെസപ്പൊട്ടോമിയയിലെ രാജാവ് പള്ളിക്ക് സമ്മാനമായി നൽകിയതാണ്. എന്നാൽ ആ രാജാവിന്റെ ഇപ്പോഴുള്ള വംശക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചുവെങ്കിലും അവർ തിരുനാളാകുന്നതിന് മുൻപ് തന്നെ പള്ളിയിലേക്ക് വന്ന് പൊന്നിൻ കുരിശ് കൊണ്ടുപോകും. അവരുടെ ആചാരങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് പൊന്നിൻ കുരിശ് തിരികെ കൊണ്ടുവരുന്നത്. അപ്പോഴാണ് ഇവിടെ തിരുനാൾ ആരംഭിക്കുന്നതെന്നും അച്ഛൻ പറയുന്നു. അതെല്ലാം കണ്ടുകൊണ്ടിരുന്ന തോമസ് ആണെങ്കിൽ റൂമിലേക്ക് വരും. എന്നിട്ട് മീരയോട് പറയുന്നത്, മോൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. ഞാനിത് എങ്ങനെ നിന്നോട് പറയുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ ഇപ്പോൾ പറയുക, ഇനി ഷാനു തിരികെ വരുമെന്ന് തോന്നുന്നില്ല. അവന്റെ ബൈക്ക് ആക്സിഡന്റ് ആയി എന്ന് പറയുമ്പോൾ അത് കേട്ട് കരയണോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് മീര. എന്നാൽ മീര ഉടനെ തന്നെ പറയുന്നത്, താനൊരു വികാരിയച്ഛൻ തന്നെയിടോ, എങ്ങനെ തനിക്ക് എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഇത്രയും വലിയ കള്ളം പറയുവാനായി തോന്നുന്നു? അത് കേട്ട് തോമസ് പറയുന്നത്, കള്ളമൊന്നുമല്ല, ഇനി ഇവിടെ നിൽക്കാനായി പറ്റത്തില്ല, നീ ഇവിടെ നിന്ന് പോകണം, ഷാനു ഇനി തിരികെ വരില്ല എന്ന് തന്നെ തോമസ് പറഞ്ഞുകൊണ്ടേ നിൽക്കും. അത് കേട്ട് ദേഷ്യം വന്ന മീരയാണെങ്കിൽ തോമസിന്റെ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് ഒരു സെൽഫി എടുക്കുന്നു. ദേ, താനിനി എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ ഞാൻ ഈ ഫോട്ടോ എല്ലാവരെയും കാണിക്കുമെന്നും അവൾ പറഞ്ഞു. വേറെ വഴിയില്ലാതെ ആ ഫോൺ എങ്ങനെയെങ്കിലും തട്ടിപ്പറിക്കുവാനായിട്ട് തോമസ് ശ്രമിക്കും. അപ്പോൾ അവിടേക്ക് 2 കുട്ടികൾ കതകം തുറന്ന് കയറി വരും. അവരാണെങ്കിൽ തോമസിനെയും മീരയും കണ്ടു. അത് കണ്ടതും ഒരു നിമിഷത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു തോമസ്. എന്നിട്ട് ആ 2 കുട്ടികളും ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. തോമസും പിറകെ പോകും. പക്ഷെ ആ കുട്ടികൾ ആ കാര്യം ആരോടും പറഞ്ഞില്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞ് കപ്പ്യാരും കപ്പ്യാരുടെ സഹോദരിയും സഹോദരിയുടെ 2 മക്കളും വീട്ടിലേക്ക് പോവുകയായിരുന്നു. തോമസിനെയും മീരയും കണ്ട 2 കുട്ടികൾ തന്നെയാണ് കപ്പ്യാരുടെ സഹോദരിയുടെ 2 മക്കളും. അവർ സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്ന സമയത്ത് ആ കുട്ടികൾ കപ്പ്യാരോട് പറയുന്നുണ്ട്, അങ്കിളെ, ആ തോമസ് അച്ഛന്റെ മുറിയിൽ നമ്മളിന്നൊരു ചേച്ചിയെ കണ്ടിരുന്നുവെന്ന്. അത് കേട്ട് കപ്പ്യാര്, ചേച്ചിയോ, അതാരാന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട കപ്പ്യാരുടെ സഹോദരി പറയുന്നുണ്ട്, അത് വല്ല ഷൂട്ടിങ്ങിന് വന്നതായിരിക്കാം. ഞാൻ ആ റൂമിൽ ഒരുപാട് തവണ കയറിയതാ, അപ്പോഴൊന്നും ഒരു പെൺകുട്ടിയെ ഞാനവിടെ കണ്ടില്ല എന്നും കപ്പ്യാരുടെ സഹോദരി പറഞ്ഞു. അതിനുശേഷം അവർ വീട്ടിലേക്കും പോയി. എന്നാൽ മറ്റൊരു വശത്ത് തോമസ് ആണെങ്കിൽ മീരയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിടണം എന്ന ഉദ്ദേശത്തോടെ നിൽക്കുകയായിരുന്നല്ലോ. മോളെ, നീ എന്തായാലും ഇവിടെ നിന്ന് പോകണം, നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഹോസ്റ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മീരയാണെങ്കിൽ ഒന്നും മിണ്ടാതെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ കപ്പ്യാരും കുറെ നാട്ടുകാരും കമ്പും തീപ്പന്തവുമായിട്ടൊക്കെ പള്ളിയിലേക്ക് ഓടി വരുന്നു. അത് കണ്ട് ഒരു നിമിഷത്തേക്ക് തോമസിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അവൻ നിന്ന് വിറയ്ക്കുവാനായും തുടങ്ങി. രാത്രിയാകുമ്പോൾ തന്റെ ചെവിയിലുള്ള യന്ത്രമൊക്കെ മാറ്റിവെച്ചിട്ട് സുഖമായി കിടന്നുറങ്ങുന്ന വികാരിയച്ഛനാണെങ്കിൽ അന്നത്തെ കപ്പ്യാരൊക്കെ വന്ന് കൊട്ടിയപ്പോൾ ഉറക്കമുണർന്നിരിക്കുന്നു. ആര് വിളിച്ചാലും കേൾക്കാത്ത പള്ളിയിലച്ഛനാണെങ്കിൽ ദേ ഇപ്പോൾ കപ്പ്യാര് വിളിച്ചപ്പോൾ കേട്ടിരിക്കുന്നു. അച്ചോ, ദേ ഒരു കള്ളൻ ഇങ്ങോട്ട് ഓടി കയറിയിട്ടുണ്ട്, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണെന്നും അവിടെ കൂടിയ നാട്ടുകാരും കപ്പ്യാരും ഒക്കെ പറയുന്നു. അത് കേട്ടപ്പോഴാണ് തോമസിനൊരു സമാധാനമായത്. കാര്യം തോമസിന് വരുന്ന പണിയല്ലായിരുന്നല്ലോ അത്. തോമസ് നേരെ തന്നെ മീരയെ റൂമിലാക്കിയിട്ട് സംഭവ സ്ഥലത്തേക്ക് പോകും. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒരുവിധം നോക്കി കണ്ട് നിന്നതിന് ശേഷം വീണ്ടും തോമസ് റൂമിലേക്ക് വരും. എന്നിട്ട് മീരയോട്, വാ, നിന്നെ ഞാൻ അടിവാരത്ത് കൊണ്ടുവന്ന് ഇറക്കി വിടാം എന്നൊക്കെ പറയുന്ന സമയത്ത് മീരയാണെങ്കിൽ മുകളിൽ തട്ടിൻപുറത്തേക്ക് നോക്കി പേടിച്ച് വിറച്ചു നിൽക്കുകയാണ്. എന്താ, എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ മീര തട്ടിൻപുറത്തേക്ക് ചൂണ്ടിക്കാണിക്കും. അപ്പോൾ നോക്കുമ്പോൾ ദേ ആ കള്ളൻ അവിടെ ഇരിക്കുന്നു. നീ ആരാ? ഞാനിപ്പോൾ എല്ലാവരെയും വിവരം അറിയിക്കുമെന്ന് തോമസ് പറയുമ്പോൾ, എന്നെക്കാൾ വലിയ കള്ളനല്ലേ നീ ദേ ഇവിടെ പെണ്ണിനെ ഒളിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഞാനാണോ കള്ളൻ, നീയാണോ കള്ളൻ എന്നൊക്കെ ചോദിച്ച് താഴേക്ക് ചാടുകയാണ് ആ ഒരു കള്ളൻ. അവിടെ വെച്ച് കള്ളനും തോമസും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. പക്ഷെ കള്ളനെ തോപ്പിക്കാനായിട്ട് തോമസിന് കഴിഞ്ഞില്ലല്ലോ. കള്ളൻ തോമസിനോട് പറയുന്നത്, എനിക്ക് വേണമെങ്കിൽ ഇവിടെയുള്ളവരോടെല്ലാം നിന്നെ പറ്റിയുള്ള കാര്യം ദേ ഇപ്പോൾ വിളിച്ചു കൂവി അറിയിക്കാം. പക്ഷേ ഞാനത് ചെയ്യില്ല. കാരണം എന്തെന്നോ, എനിക്ക് പൊന്നിൻ കുരിശ് എടുത്തു തരാൻ പോകുന്നത് നീയല്ലേ, അതുകൊണ്ടാ ഞാൻ ആരെയും അറിയിക്കാത്തതെന്നും പറയുന്നു. അത് കേട്ട് തോമസ് ചോദിക്കുന്നത്, പൊന്നിൻ കുരിശ് അടിച്ചു മാറ്റാനോ, ഞാൻ സഹായിക്കാനോ? ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല. അത് കർത്താവിന്റെയാണെന്ന് പറയുമ്പോൾ, ദൈവത്തിന് എന്തിനാ പൊന്നിൻ കുരിശ്, നീ തന്നെ അത് എടുത്തു തരുമെന്നും കള്ളൻ പറയുന്നു. തോമസിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. കാരണം തോമസ് മീരയെ റൂമിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം കള്ളൻ അങ്ങനെ പുറത്തു പറഞ്ഞാലോ അതാകെ പണിയാകുമല്ലോ. ആ ഒരു ടെൻഷനിൽ നിൽക്കുകയായിരുന്നു തോമസ്. കള്ളനെ മദ്യപിക്കണം. തോമസിനാണെങ്കിലോ അതൊന്നും പറഞ്ഞു കൊടുക്കുവാനായിട്ട് യാതൊരുവിധ താല്പര്യവുമില്ല.
ഒടുവിൽ തോമസിനെ കള്ളൻ വിരട്ടിയപ്പോൾ അരവണയിൽ എവിടെയാണ് കുപ്പിയിരിക്കുന്നതെന്നുള്ള കാര്യം തോമസ് പറഞ്ഞു കൊടുക്കുന്നു. പോകുന്നതിന് മുൻപ് തോമസിന്റെയും മീരയുടെയും ഫോട്ടോ മൊബൈലിൽ എടുത്തിട്ടാണ് കള്ളൻ അവിടെ നിന്ന് പോയതും. ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഫോട്ടോ എടുത്തു വെക്കുന്നതും. അടുത്ത ദിവസം രാവിലെ തന്നെ കപ്പിയാര് ബഹളമുണ്ടാക്കുകയാണ്. എന്തെന്നാൽ വൈൻ കുപ്പികൾ ഒന്നും തന്നെ കാണുന്നില്ല, ഇവിടെ കള്ളൻ കയറി ആ കള്ളൻ തന്നെയാണ് കൊണ്ടുപോയത് എന്നും പറഞ്ഞ് കപ്പിയാര് ബഹളം വെക്കുന്നു. അത് കേട്ട് തോമസ് ആണെങ്കിൽ നിങ്ങൾ എല്ലാ കുപ്പിയും എടുത്തു എന്ന് കള്ളനോട് ചോദിച്ചു. കള്ളൻ പറയുന്നത് ഇല്ല, ഞാൻ ആകെ 2 കുപ്പിയേ എടുത്തുള്ളൂ, ബാക്കി കുപ്പികളുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല എന്ന് കള്ളൻ പറയുന്നു. കപ്പിയാരും അച്ഛനും ചേർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് അവിടെ പോലീസ് നായയും കൊണ്ട് വന്നത് അച്ഛനൊട്ടും ഇഷ്ടമായില്ല. പോലീസ് നായയെ ഉള്ളിൽ കയറ്റുവാനായിട്ടും അച്ഛൻ സമ്മതിച്ചില്ല. അപ്പോഴാണ് തോമസിന് കുറച്ച് സമാധാനമായതും. പോലീസ് അവിടെ നിന്ന് പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെ അതിലെ SI ആണെങ്കിൽ തോമസിന്റെ പേര് വായിച്ചതും എടാ തോമസേ, ഇത് ഞാനാടാ നിന്റെ നിഖിലെന്ന് പറയുന്നു. അന്ന് തോമസിനൊപ്പം കുഞ്ഞുനാളിലെ പഠിച്ചിരുന്ന കൂട്ടുകാരനായ നിഖിലുണ്ടല്ലോ, അവൻ തന്നെയാണ് ഇപ്പോൾ SI ആയി മാറിയിരിക്കുന്നതും. അവനെ കണ്ടതും തോമസിന് സമാധാനമായി. എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയുവാനുണ്ടെന്ന് സന്തോഷത്തോടെ തോമസ് പറയുന്നു. അങ്ങനെ SIയും അവിടെ നിന്ന് പോവുകയാണ്. റൂമിലെത്തിയ തോമസ് കള്ളനോട് പറയുന്നത്, ദേ ഇവിടുത്തെ SI ഉണ്ടല്ലോ, അതെന്റെ ഫ്രണ്ടാ, നിന്നെ വേണമെങ്കിൽ എനിക്കിപ്പോൾ പിടിച്ചു കൊടുക്കാമെന്നും തോമസ് പറയുന്നു. പള്ളിയിൽ പെരുന്നാളാകുവാൻ പോവുകയാണ്. കപ്പിയാര് വഴി ആ ഒരു പൊൻകുരിശെടുക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ കുടുംബക്കാർ വരുന്ന കാര്യമുണ്ടല്ലോ, അക്കാര്യം തോമസ് അറിയുകയാണ്. തോമസ് ഉടനെ തന്നെ കള്ളനടുത്തെത്തിയിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് കള്ളൻ പറയുന്നത്, അച്ഛൻ എനിക്ക് ഇപ്പോൾ ആ ഒരു പൊൻകുരിശെടുത്ത് തരാതെ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് പോകാനാ എന്ന് പറയും. എന്നാൽ അത് കേട്ട് തോമസിന് വല്ലാതെ ദേഷ്യം വരും. തോമസ് ദേഷ്യപ്പെടുന്നത് കേട്ട് കള്ളൻ ചോദിക്കുന്നത്, അച്ഛൻ കൂട്ടുകാരനായ പോലീസുകാരനെ കണ്ടിട്ടാണോ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എനിക്ക് പോലീസുകാരെയൊന്നും യാതൊരുവിധ പേടിയുമില്ല. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോകുകയാണെങ്കിൽ നിങ്ങളെ നാറ്റിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂവെന്നും കള്ളൻ ഭീഷണിപ്പെടുത്തും. അത് കേട്ട് തോമസ് ഒന്നും മിണ്ടില്ല. തോമസ് പറയുന്നത്, നിങ്ങൾ പറയുന്നത് പോലെ ആ ഒരു പൊൻകുരിശ് എടുക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. പൊൻകുരിശ് വെച്ചിരിക്കുന്ന പോട്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാ, അതിൽ തൊട്ട് കഴിഞ്ഞാലേ അലാറം കേൾക്കുമെന്നും തോമസ് പറയും. അത് കേട്ട കള്ളനാണെങ്കിൽ ദേ അച്ഛാ ഇതെല്ലാം മാനുവൽ എന്നും പറഞ്ഞ് കള്ളൻ അടിച്ചു മാറ്റിയ ആ ഒരു മാനുവൽ തോമസിന് കാണിച്ചു കൊടുക്കുന്നു. തോമസും ഞെട്ടിപ്പോവുകയാണ്. ഇനി ഒരു വഴിയുമില്ല, കള്ളനെ സഹായിച്ചേ പറ്റുമെന്നും തോമസിന് മനസ്സിലായി. അങ്ങനെ ഇരിക്കെ തോമസ് ആണെങ്കിൽ അവിടുത്തെ വികാരി അച്ഛനൊപ്പം അടിവാരത്തേക്ക് പോവുകയായിരുന്നു. തോമസ് മീരയെ റൂമിലാക്കിയിട്ടാണ് പോകുന്നതും കള്ളനും ആ റൂമിലുണ്ട്. തോമസ് പോയിട്ട് ഒരുപാട് ലേറ്റായാണ് തിരികെ വന്നതും. തിരികെ വന്നപ്പോൾ ദേ അവന്റെ റൂം തുറന്നു കിടക്കുന്നു. കള്ളന്റെ കൈയും കാലും വായും ഒക്കെ കെട്ടി കട്ടിലിനടിയിൽ ഇട്ടിരിക്കുകയാണ്. തോമസ് കള്ളനെ എഴുന്നേൽപ്പിച്ച് കാര്യം എന്തെന്ന് തിരക്കും. അപ്പോൾ അന്ന് സംഭവിച്ച കാര്യമെല്ലാം കള്ളൻ തുറന്നു പറയുകയാണ്. തോമസ് ഒക്കെ പോയി കഴിഞ്ഞതിൽ പിന്നെ മീരയെ അന്വേഷിച്ച് അവളുടെ അച്ഛനും കൂട്ടരും കാറിൽ കറങ്ങുകയാണല്ലോ. അവർ പള്ളിയിലേക്ക് വന്നു. അവരിൽ നിന്ന് മീരയെ രക്ഷിക്കുവാനായിട്ട് കള്ളൻ ശ്രമിച്ചു. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ നിന്നെ നോക്കിക്കോളാമെന്നും കള്ളൻ പറഞ്ഞിട്ട് ഒരു കത്തിയെടുത്ത് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്ന സമയം തന്നെ ചേട്ടാ എന്നൊരു വിളി കേൾക്കുന്നു. അത് കേട്ട് കള്ളൻ തിരിഞ്ഞു നോക്കിയതും ദേ അവന്റെ നെഞ്ചത്തിട്ടൊരു ചവിട്ട് കൊടുത്തത് മറ്റാരുമല്ല, മീര തന്നെയായിരുന്നു. എന്തെന്നാൽ യഥാർത്ഥത്തിൽ ഈ മീരയും വന്നത് ആ ഒരു പൊൻകുരിശെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അവരത്രയും നേരം കളിച്ച ആ ഒരു പ്രേമമൊക്കെ വെറും അഭിനയമായിരുന്നു. എങ്ങനെയെങ്കിലും പൊൻകുരിശ് അടിച്ചു മാറ്റുക, അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യവും. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ശാലുവും പിന്നെ അവളുടെ അച്ഛനായിട്ട് ആ ഒരു വണ്ടിയിൽ കറങ്ങിയ ആളുണ്ടല്ലോ, അവരെല്ലാവരും ഒരു ഗ്യാങ് തന്നെയായിരുന്നു. അവരെല്ലാവരും ചേർന്ന് കള്ളനെ ഒരുപാട് തല്ലി. ഞങ്ങൾ പൊൻകുരിശെടുക്കാമെന്ന് കരുതിയപ്പോൾ അതിനിടയിൽ ദേ നീ വന്നു. പിന്നെ ഈ ഒരു മാനുവൽ അടിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കിയിരുന്നു, പക്ഷെ അവിടെ ഒന്നുമില്ലായിരുന്നു. അത് നീയല്ലേ അതിപ്പോൾ കൊണ്ടുപോയത്. നീ കാരണം ഞങ്ങൾക്ക് ജോലി എളുപ്പമായെന്ന് പറഞ്ഞ് കള്ളനെ അടിച്ച് ആ ഒരു മാനുവലും കൊണ്ടാണ് മീരയും കൂട്ടരും അവിടെ നിന്ന് പോയത്. എന്നിട്ടവർ ആ ഒരു പൊൻകുരിശ് അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു. ആ കഥകളെല്ലാം കള്ളൻ തോമസിനോട് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ പോലീസൊക്കെ എത്തുകയാണ്. പോലീസുകാര് നമ്മുടെ തോമസിന്റെ കൂട്ടുകാരനായി നിഖിൽ തന്നെയാണ്. നിഖിലിനോട് തോമസ് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അപ്പോൾ നിഖിൽ ചോദിക്കുന്നത്, ഞാൻ അന്ന് വന്ന സമയത്ത് നിനക്കിതെല്ലാം എന്നോട് തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ? പക്ഷെ തോമസിന് അതിന് കഴിഞ്ഞു. ഇല്ല. ഇനി പോട്ടെ, നീ വിഷമിക്കണ്ട. ഇവിടെ CC ക്യാമറ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് തോമസ് പറഞ്ഞു. ഇത്രയും വിലപിടിപ്പുള്ള പൊൻകുരിശിരിക്കുന്ന സ്ഥലത്ത് CC ക്യാമറ ഇല്ല എന്ന് പറയുന്നത് കഷ്ടം തന്നെ. പോട്ടെ, നിന്റെ കയ്യിൽ അവളുടെ വല്ല ഫോട്ടോയും ഉണ്ടോ? അതും തോമസിന്റെ കൈവശമില്ലായിരുന്നു. തോമസ് സങ്കടപ്പെട്ട് റൂമിലേക്ക് വരും. അവിടെ കള്ളനുണ്ടായിരുന്നു. കള്ളനാണെങ്കിൽ തോമസിനോട് ചോദിക്കും, അച്ഛൻ എന്താ എന്റെ പേര് പോലീസിനോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്തോ എനിക്ക് പറയാനായിട്ട് തോന്നിയില്ല എന്നും തോമസ് മറുപടി പറഞ്ഞു. അത് കേട്ട് കള്ളനാണെങ്കിൽ, അച്ഛൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോയല്ലേ വേണ്ട എന്ന് പറഞ്ഞ് തന്റെ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്ന ഫോട്ടോ തോമസിന് കൊടുത്തു. തോമസിന് സന്തോഷമായി. ഉടൻ തന്നെ ആ ഫോട്ടോ തന്റെ കൂട്ടുകാരനായി നിഖിലിന് അയച്ചു കൊടുത്തു.
നിഖിൽ ആ ഒരു ഫോട്ടോ കൺട്രോൾ റൂമിലൊക്കെ അയച്ചിട്ട് എത്രയും വേഗം ഇവരെ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞു. സങ്കടം സഹിക്കാനാകാത്ത തോമസ് ആണെങ്കിൽ കർത്താവിന് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കള്ളൻ അവിടേക്ക് ചെല്ലും. തോമസ് ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? ആരെങ്കിലും നിന്നെ കണ്ടാലോ? അപ്പോൾ കള്ളൻ പറയുന്നുണ്ട്, ആരും എന്നെ കാണില്ല, ഇവിടെ ആരുമില്ല എന്നും കള്ളൻ പറയുന്നു. എന്നിട്ട് കള്ളൻ തന്റെ കഥ പറയുവാനായി ആരംഭിച്ചു. എനിക്ക് പുണ്യാളനെ കാണുമ്പോഴേ എന്റെ മുത്തശ്ശനെ ഓർമ്മ വരുന്നത്. കാരണം എന്തെന്നാൽ എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എന്നെ വളർത്തിയതെല്ലാം എന്റെ മുത്തശ്ശനായിരുന്നു. എന്റെ മുത്തശ്ശനും ഒരു പേര് കേട്ട കള്ളനാണ്. ഒരിക്കലൊരു ബ്രിട്ടീഷുകാരൻ മുത്തശ്ശനെ അങ്ങ് പൊക്കി. എന്നാൽ ബ്രിട്ടീഷുകാരന് മുത്തശ്ശനെ ഒരുപാട് ഇഷ്ടമായതിനാൽ തന്റെ കൂടെ കൂട്ടുകയും ചെയ്തു. രണ്ടുപേരും ചേർന്നാണ് മോഷണമൊക്കെ നടത്തിയതും. ബ്രിട്ടീഷുകാരന്റെ പഠനത്തിന് വേണ്ടിയിട്ടാണ് ആ മോഷണങ്ങളൊക്കെ നടത്തിയത്. ആവശ്യം കഴിഞ്ഞപ്പോൾ തിരിച്ചു വെക്കണമെന്നും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ മുത്തശ്ശൻ ആരാമോൻ ഒന്നും തന്നെ തിരിച്ചു വെച്ചതേയില്ല. മുത്തശ്ശനും ആ ബ്രിട്ടീഷുകാരനും അടിച്ചു മാറ്റാൻ പറ്റാത്ത രണ്ട് സാധനങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് ഇവിടുത്തെ പൊൻകുരിശായിരുന്നു. മുത്തശ്ശൻ ആ കാര്യം പറയുമ്പോഴെല്ലാം നല്ല സങ്കടമായിരുന്നു. പക്ഷെ ഞാൻ എന്റെ മുത്തശ്ശന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ വലുതാകുന്ന സമയത്ത് ഉറപ്പായും ആ പൊൻകുരിശ് അടിച്ചു മാറ്റുമെന്ന്. വളരെ ഇമോഷണലായാണ് കള്ളൻ ആ കാര്യങ്ങളെല്ലാം പറയുന്നത്. അത് കേട്ട് തോമസിനും കള്ളനോട് ചെറിയൊരു മനസ്സലിവുണ്ടാകുന്നു. എന്നാൽ അതേസമയം തന്നെ കള്ളൻ പറയുന്നുണ്ട്, പൊൻകുരിശ് പോയെങ്കിൽ പോട്ടെ, വേറൊരു സാധനമുണ്ട്, ഒരുപാട് രത്നങ്ങളും ഒക്കെ വെച്ച അമൂല്യമായിട്ടുള്ളൊരു സാധനം, അത് എന്റെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്, അത് ഞാൻ എന്തായാലും അടിച്ചു മാറ്റുമെന്നും കള്ളൻ പറയുന്നു. അത് കേട്ടതും തോമസിന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു മനസ്സലിവുണ്ടല്ലോ, അത് പാടെ അങ്ങ് പോയി. നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് തോമസ് കള്ളനോട് ചോദിക്കുമ്പോൾ കള്ളൻ പറയുന്നത്, ഞാൻ പറഞ്ഞ ആ രണ്ടാമത്തെ സാധനം എന്തെന്നോ, ബിഷപ്പിന്റെ കയ്യിലെ അംശവടി എന്ന് പറയും. അടുത്ത ദിവസം തന്നെ ബിഷപ്പ് പള്ളിയിലേക്ക് വരികയാണ്. പെരുന്നാൾ ആകാറായല്ലോ. ആ അംശവടിയുമായിട്ടാണ് വരുന്നത്. അതാണ് കള്ളൻ നോട്ടമിട്ട് വെച്ചിരിക്കുന്നതും. അതേസമയം തോമസിനൊരു കോൾ വരും. ആ പെൺകുട്ടിയും സംഘവും സഞ്ചരിച്ച വണ്ടി ഇപ്പോൾ അവർ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയും. അത് കേട്ട് തോമസ് ആണെങ്കിൽ, ഇവിടെ ആരും ഒരു കാര്യവും അറിഞ്ഞിട്ടില്ല, ആരെങ്കിലും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല എന്നും തോമസ് പറയുന്നു. നീ സങ്കടപ്പെടാതെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്നും നിഖിലും വാക്കുകൊടുത്തു. അതിനുശേഷം പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ബിഷപ്പിനടുത്തായിട്ട് കള്ളനും പള്ളിയിലച്ഛന്റെ വേഷം ധരിച്ച് നിൽക്കുന്നത് കാണുന്നു. അത് കണ്ടതും തോമസിന് ദേഷ്യം വന്നു. തോമസ് കള്ളനെ മാറ്റി നിർത്തിയിട്ട്, സത്യം പറയടാ, നിന്നെ നിക്കോളാസ് അച്ഛൻ അയച്ചതല്ലേ? ഞാൻ പേടിക്കുന്നത് കൊണ്ടല്ലേ നീയൊക്കെ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ ഇനി പേടിക്കത്തില്ലടാന്ന് പറഞ്ഞ് അവിടെ നിന്നും നേരെ തോമസ് പോകുന്നത് വികാരിയച്ഛനടുത്തേക്കായിരുന്നു. വികാരിയച്ഛൻ അപ്പോൾ ടോയ്ലറ്റിൽ നിൽക്കുകയായിരുന്നു. വികാരിയച്ഛനോട് മുഖത്ത് നോക്കി ആ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറ്റാത്ത മടി കാരണം തോമസ് വാതിലിനടുത്തു നിന്നും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. പൊൻകുരിശ് മോഷണം പോയതുവരെയുള്ള എല്ലാ കഥകളും. എന്നാൽ പുറത്തേക്ക് വന്ന വികാരിയച്ഛനാണെങ്കിൽ, ആ ഹിതാര തോമസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. കാര്യം പറഞ്ഞ കാര്യങ്ങളൊന്നും അച്ഛൻ കേട്ടതേയില്ല, ചെവിയിലത് വെക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തോമസ് പറയുന്ന കാര്യങ്ങളെല്ലാം പുറത്തുനിന്ന് നിക്കോളാസ് അച്ഛൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു പുഞ്ചിരിയോടെ തോമസിനെ നോക്കി നിൽക്കുകയാണ് നിക്കോളാസ് അച്ഛൻ. മറ്റൊരു വശത്ത് നിഖിലാണെങ്കിൽ ആ പൊൻകുരിശ് അടിച്ചുകൊണ്ട് പോയവരെയൊക്കെ കണ്ടെത്തുകയും അവരുമായിട്ടൊരു ഫൈറ്റ് നടക്കുകയും പൊൻകുരിശ് കൈക്കലാക്കുകയും ചെയ്തു. അതുമായിട്ട് നിഖില് പള്ളിയിലേക്ക് വരികയാണ്. അതേസമയം തന്നെ ബിഷപ്പ് പൊൻകുരിശിരിക്കുന്ന ആ ഒരു ലോക്കർ തുറക്കുന്നു. പേടിച്ചു നിൽക്കുകയാണ് തോമസ്. കാരണം അതിനകത്ത് ആ ഒരു പൊൻകുരിശില്ലല്ലോ. എന്ത് ചെയ്യുമെന്നറിയാതെ ടെൻഷനിൽ നിൽക്കുകയാണ്. അതേസമയം നിഖിലും പൊൻകുരിശുമായി അവിടേക്ക് വരും. എന്നാൽ ആ ഒരു പൊൻകുരിശുള്ള ആ ഒരു ലോക്കർ ഉണ്ടല്ലോ, അത് തുറക്കുന്ന സമയത്ത് പൊൻകുരിശ് പൊങ്ങി വരുന്നു. അത് കണ്ട തോമസിന് എന്താ ഇവിടെ നടക്കുന്നത്, യഥാർത്ഥത്തിൽ ഇതെന്താ അപ്പോൾ അടിച്ചുമാറ്റിക്കൊണ്ട് പോയത് എന്താണെന്നൊക്കെ തോമസ് ചിന്തിക്കും. പൊൻകുരിശുമായിട്ട് വരുന്ന നിഖിലിനും ആകെ കൺഫ്യൂഷൻ. തിരിച്ചു റൂമിലെത്തിയ തോമസിനെ കാത്ത് അവിടെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. അതാ കള്ളൻ എഴുതി വെച്ചിരുന്ന ലെറ്റർ ആയിരുന്നു. അച്ഛൻ എന്നെ കാരണം ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞാണ് കള്ളൻ ആ ലെറ്റർ എഴുതിയിരുന്നതും. എന്നിട്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിരുന്നതും. ഈ കള്ളൻ മുൻപ് ഒരുപാട് തവണ പൊൻകുരിശ് അടിച്ചു മാറ്റാനായിട്ട് പള്ളിയിലേക്ക് എത്തിയിരുന്നു. ഒരുപാട് തവണ അവിടെ കിടന്നുറങ്ങിയിട്ടുമുണ്ട്. എന്നിട്ട് ഇതുവരെയും കള്ളൻ ആ ഒരു പൊൻകുരിശ് അടിച്ചു മാറ്റുവാനേ പറ്റിയിട്ടില്ല. ഒരുപാട് ശ്രമിച്ചിട്ടും നടന്നില്ല. അവസാനത്തെ ശ്രമത്തിലാണ് ദേ ഇപ്പോൾ തോമസ് അച്ഛന്റെ റൂമിലും എത്തിയിരിക്കുന്നത്. പക്ഷേ എങ്ങനെയോ ആ ഒരു പൊൻകുരിശിരിക്കുന്ന ആ ഒരു ലോക്കർ ഉണ്ടല്ലോ, അതിന്റെ ബ്ലൂ പ്രിന്റ് കള്ളന് കിട്ടി. അതുമായിട്ടാണ് തോമസിന്റെ റൂമിലേക്ക് വന്നതും. ആദ്യം തന്നെ മീരയെ കണ്ടപ്പോൾ ആ ഒരു കള്ളന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവളുടെ ഉദ്ദേശം വേറെ എന്തോ ആണെന്ന് കള്ളന് ആദ്യമേ മനസ്സിലായിരുന്നു. ആ ബ്ലൂ പ്രിന്റ് കിട്ടിയ ഉടനെ തന്നെ പൊൻകുരിശും ഞാൻ സ്വന്തമാക്കിയിരുന്നു. എന്നിട്ട് അതിൽ എഴുതിയിരുന്നത്, ഞാനിനി പറയുന്ന കാര്യം എന്തായാലും അച്ഛൻ ഇനി വിശ്വസിക്കില്ല, പക്ഷേ ഇതെന്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണ്, സത്യമാണെന്ന് പറഞ്ഞിട്ട് കള്ളൻ പറയും, ഞാൻ പൊൻകുരിശുമായി പോകാനായി ഇറങ്ങിയ സമയത്ത് എന്റെ മുത്തശ്ശന്റെ ആത്മാവിനെ കണ്ടു. മുത്തശ്ശൻ പറഞ്ഞത്, എനിക്ക് ഒരുപാട് സന്തോഷമായടാ, എനിക്ക് ചെയ്യാൻ പറ്റാത്തത് നിന്നെ കൊണ്ട് പറ്റിയല്ലോ, പക്ഷെ പൊൻകുരിശ് കിട്ടിയിട്ടും നിന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്തത്?
അത് നീ പൊൻകുരിശ് അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ അച്ഛന്റെ കാര്യം എന്താകുമെന്ന് പേടിച്ചിട്ടാണോ? നീ നന്മയുടെ ഭാഗത്ത് നിൽക്കണോ തിന്മയുടെ ഭാഗത്ത് നിൽക്കണോ എന്നുള്ള കാര്യം നീ തന്നെ ആലോചിക്ക്. നീ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുവാനായും പറഞ്ഞിട്ടാണ് മുത്തശ്ശന്റെ ആത്മാവ് അവിടെ നിന്ന് പോയതും. തോമസ് അച്ഛനെ വിഷമിപ്പിക്കുവാനായിട്ട് കള്ളന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് തന്നെ കള്ളനാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പൊൻകുരിശ് കൊണ്ടുവന്ന് ആ ഒരു ലോക്കറിനകത്ത് വെച്ചിട്ട് ഒറിജിനൽ പൊൻകുരിശുമായിട്ടാണ് തോമസിന്റെ റൂമിലെ തട്ടിന്റെ മുകളിൽ കിടന്നതും. ആ ഒരു പൊൻകുരിശ് ആ ഒരു തട്ടിൽ തന്നെ അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അതിനുശേഷമാണ് ബ്ലൂ പ്രിന്റ് മനഃപൂർവ്വം തോമസിനെ കാണിക്കും വിധമാണ് മീരയെ കാണിച്ചതും. മീരയൊക്കെ പൊൻകുരിശ് അടിച്ചുകൊണ്ട് പോകുവാനായിട്ടാണ് വന്നതെന്ന കാര്യം കള്ളന് മുൻപേ മനസ്സിലായത് കൊണ്ടാണ് അവൾ കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബ്ലൂ പ്രിന്റ് കാണിച്ചു കൊടുത്തതും. ദേ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പൊൻകുരിശുമായിട്ട് അവൾ പോയിരിക്കുന്നു. ഒറിജിനൽ പൊൻകുരിശാണ് ഇവിടെ ഇരിക്കുന്നത്. അച്ഛന് സന്തോഷമായില്ലേ? എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ കാരണം അച്ഛന് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നായിരുന്നു ആ ലെറ്റർ എഴുതി കള്ളൻ അവസാനിപ്പിച്ചതും. തോമസിന് ഒരുപാട് സന്തോഷമായി. തോമസ് ഉടനെ തന്നെ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുവാനായിട്ട് വികാരി അച്ഛൻ അടുത്തേക്ക് എത്തി. എന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അത് കേട്ട് വികാരി അച്ഛൻ പറയുന്നത്, നമ്മളോട് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? ശത്രുക്കളോട് പോലും ക്ഷമിക്കണമെന്ന്. പിന്നെ ആ ഒരു പൊൻകുരിശ് അവന്റെ കയ്യിൽ കിട്ടിയിട്ട് പോലും അവൻ അത് എടുത്തില്ല. നിന്നെ ഓർത്തിട്ടല്ലേ അവനത് എടുക്കാതിരുന്നത്? എനിക്ക് തോന്നുന്നത് അവനൊരു കള്ളനല്ല, അവനൊരു പുണ്യാളനാണെന്നാണ് അച്ഛൻ പറയുന്നതും. അത് കേട്ട് തോമസും ചിന്തിക്കും, ആ വന്നത് യഥാർത്ഥത്തിൽ പുണ്യാളനായിരിക്കുമെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അത് പുണ്യാളനൊന്നുമല്ല, കള്ളൻ തന്നെയായിരുന്നു. പൊൻകുരിശ് അടിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ എന്താ, ബിഷപ്പിന്റെ കയ്യിലുണ്ടായിരുന്ന അംശവടിയും അടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ പോയത്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.